ഓക്കെ, ഞാൻ റെഡിയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഇതാണ് ഞാൻ കണ്ട സിനിമ. ഇവൻ കണ്ടത് റോന്തിനെ കുറിച്ച് ഇവൻ റിവ്യൂ. അത് ആദ്യം ഏതാ വരിക എന്നുള്ളതൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ വ്യസന സമേതം ആ റിവ്യൂ അങ്ങ് ചെയ്യാ അല്ലേ? ഭയങ്കര വ്യസനമാണോ അതോ വ്യസനം ഭയങ്കര? എന്റെ കാര്യത്തില് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു. അല്ല, ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നീട് പറയാം, കുറച്ച് കഴിഞ്ഞിട്ട്. എനിക്ക് അതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. ഈ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയാം. ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മിനിമം ഒരു ബുദ്ധിയിൽ ചിന്തിച്ചറിഞ്ഞൂടെ? അതായത് ഇതൊരു സിനിമക്കുണ്ടോ, അല്ലെങ്കിൽ ചില കണ്ടന്റുകൾ ഉണ്ടല്ലോ ഷോർട്ട് ഫിലിമിനുള്ളതാണോ, ചില സ്ക്രിപ്റ്റ് വളരെ ചെറുതായിരിക്കും ഏത് കണ്ടന്റ്, പക്ഷെ ഇതില് സ്ക്രിപ്റ്റ് ഒരുക്കുമ്പോൾ നല്ല ഡയലോഗുകളും നല്ല സീനുകളും ഒരുക്കിയിട്ട് അതങ്ങ് വലുതാക്കി നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റില് കണ്ടന്റ് ഇല്ലായ്മ ഫീൽ ചെയ്യില്ല. അതൊരു സത്യമാണ് കേട്ടോ. മലയാളത്തിൽ കുറച്ച് നാളായിട്ട്, ഈ അടുത്ത് കുറച്ചായിട്ട് ഇങ്ങനത്തെ കണ്ടന്റ് ഇല്ലാതെ, അതായത് കുഞ്ഞു സാധനമൊക്കെ ആയിരിക്കും, ഒരു ഷോർട്ട് ഫിലിമിന് പോലും തികച്ചുണ്ടാവില്ല. ഇപ്പൊ നമ്മള് പല സിനിമകളും ഈ അടുത്ത് വന്നതിനകത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ചിലത് ഹിറ്റ് ആയിട്ടുമുണ്ട്. അത് ഇങ്ങനെ, അതായത് നല്ല സീനുകൾ ഒരുക്കി പിടിച്ചു നിർത്തും. നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി പോരാൻ പറ്റുന്ന രീതിയിലായിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ടാവുക. അതായത് ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് തരുമ്പോ ഇത് കോമഡിയാണോ, ഡാർക്ക് കോമഡിയാണോ, സെന്റിമെന്റ്സ് ആണോ, ഇത് ഏത് ഓഡിയൻസിനുള്ളതാണെന്നുള്ളത് ഒരു ചിന്ത വേണം. ഇത് ഏത് ഓഡിയൻസിനുള്ളതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാവുണ്ടോ? എനിക്കിത് വളരെ ഭയങ്കരമായിട്ട് ബോറടിച്ച് കണ്ടു തീർത്ത ഒരു സിനിമയാണ്. വളരെ ബോറടിയായിരുന്നു. ലാസ്റ്റ് ഇതില് ഒരു വലിയ കാര്യമായിട്ട് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് വലിയ സംഭവമേ അല്ല, കാരണം നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ അത് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങൾ. ഇത് അത്ഭുതം എന്നല്ല, ആദ്യമായിട്ടുള്ളൊരു വിപ്ലവപരമായിട്ടുള്ള മാറ്റം നല്ലത്. എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അതായത് ഒരു കാര്യം ഒരു സ്ത്രീ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്, അവന്റെ വീട്ടിലെ മുത്തശ്ശി മരിച്ചപ്പോ ഇതുപോലെ ഒരു സ്ത്രീയാണ് അത് ചെയ്തത്. ഇതില് ഇനി അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള, അതായത് ജാതീയത, അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പറയാനാണെങ്കിൽ ആ രീതിയിൽ അത് ശരിക്ക്, അതായത് ഫോക്കസ് ചെയ്ത് പറയണം. ഇത് അതുമില്ല. ഇത് അവിടെയും ഇവിടെ ഇങ്ങനെ തൊട്ട് തലോടി ജസ്റ്റ് ഇങ്ങനെ തോണ്ടിയിട്ടുണ്ട്, അത്ര. അവിടെ ഇല്ല, ഇവിടെ ഇല്ലാത്ത അവസ്ഥയിലാണ്. എനിക്കതിലൊരു ആശ്വാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അനശ്വര രാജൻ വളരെ നല്ല രീതിയിൽ, ഒരുപാട് സ്പേസ് ഒന്നുമില്ല, ഉള്ള റോള് ആള് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്ഭുതമായിരിക്കും. കാരണം എന്താ അറിയോ, അതായത് അങ്ങനെ സംഭവിക്കും. നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ അഭിനയിക്കുന്ന ഒരാളാണ് അനശ്വര രാജൻ. ഇപ്പൊ രേഖാചിത്രം അതെ നേരും. അപ്പോ അല്ലാതെ ആളെ അഴിച്ചു വിട്ട് ഞങ്ങൾ ഇതിന്റെ ട്രെയിലർ കണ്ടതായിരുന്നു. വളരെ നിലവാര തകർച്ചയായിരുന്നു അതിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. അനശ്വര രാജൻ ഞാൻ ഒരു 50 രൂപ കൂടുതൽ പോക്കറ്റിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 140 രൂപയാണ് നമ്മൾ ടിക്കറ്റിനായിട്ട് മുടക്കുന്നത്. അപ്പോൾ ആള് മേ ബി ചില സമയങ്ങളിൽ ഈ പുതിയ ഡയറക്ടേഴ്സ് അഴിച്ചു വിടുമ്പോൾ ആള് ഒരു 210 അഭിനയം തരാറുണ്ട്. അപ്പൊ അതിനൊരു 50 രൂപ തരണം എന്നുള്ളത് കരുതി വെച്ചതാ. അതെന്തായാലും ആവശ്യം വന്നില്ല. വളരെ നല്ല രീതിയിൽ നല്ല നിലവാരമുള്ള അഭിനയം തന്നെയാണ്. എന്താണെങ്കിലും ബാക്കി സിനിമയെ കുറിച്ച് വരൂ. അതിലേക്ക് അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ ഉള്ളൂ. അതായത് റിവ്യൂലെങ്കിലും എന്തെങ്കിലും പറയാൻ അതിലൊരു കണ്ടന്റ് വേണ്ടേ? പിന്നെ അസീസ് നെടുമങ്ങാട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ ക്യാരക്ടർ എനിക്ക് വാഴ സിനിമയിൽ അതേ കഥാപാത്രമായിട്ടാണ് ഫീൽ ചെയ്തത്. അവിടെ നിന്ന് ഇവിടേക്കാണ് കൊണ്ടുവന്നത് പോലെ ഫീൽ ചെയ്തു, വേറൊരു പശ്ചാത്തലത്തില്. ഞാൻ എടുത്ത് വിചാരിച്ചു, അതായത് ട്രെയിലർ കണ്ടപ്പോ ഞാൻ മനസ്സിൽ കരുതി വെച്ചു ഇങ്ങനെ എന്താ അതിനകത്ത് അവസ്ഥ. നന്നായി ചെയ്തിട്ടുണ്ട്. ജോമോഹൻ കുറിച്ച് ചോദിക്കാം. ആള് വെറുപ്പിക്കുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര വെറുപ്പിക്കലില്ല. പക്ഷെ വർക്കൊന്നും ആയിട്ടില്ല. കുറച്ചെങ്കിലും കോമഡി നമുക്കിങ്ങനെ ഒരു പുഞ്ചിരിയോടെ കൊള്ളാലോ എന്ന് വെറുതെങ്കിലും തോന്നുന്ന ലെവലിലേക്ക് ആളുടെ ക്യാരക്ടർ വന്നിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? പക്ഷെ സിജു വിൽസൺ ഒരു പൊട്ടനായി അഭിനയിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് ഒരു കാര്യങ്ങളും അറിയാതെ, ഒരു ബോധമില്ലാത്ത ക്യാരക്ടർ എന്നുള്ള രീതി തോന്നുന്ന, ഇപ്പൊ മരണമാസിലെ ആളങ്ങനെ ഒരു പൊട്ടൻ ക്യാരക്ടർ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇതിലും ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാതെ അതിൽ മാറ്റമില്ല.
ഓക്കെ. പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഒരു മരണം, ആ മരണത്തിന് ചുറ്റും പറ്റി കുറെ ആൾക്കാർ വരുമല്ലോ ബന്ധുക്കളായിട്ട്. അതിൽ കുറെ സ്ത്രീകൾ വെറുപ്പിച്ച് അഭിനയിക്കുന്നുണ്ട്. അതായത് നമുക്കിങ്ങനെ ഇറിറ്റേറ്റിംഗ് ആവും. അതായത് മറ്റു കഥാപാത്രങ്ങൾക്ക് അവിടെ ഇറിറ്റേറ്റ് ആവണം. ഇതെന്ത് ഇങ്ങനെ അഭിനയിക്കുന്ന അല്ല ഇങ്ങനെ കാണിക്കുന്നതെന്ന് തോന്നുന്ന പരിപാടിയാണ് അവിടെ. അപ്പൊ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് ഈ ഒരു അല്ലെങ്കിലേ ഭയങ്കര വിരക്തിയാണ്. നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള മടുപ്പോടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതും കൂടി ആകുമ്പോൾ നമുക്ക് ബോറടിയാണ് വരുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്കിത് മേനോൻ, അതായത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ, നമ്മുടെ വാഴ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായിരുന്നു, പിടിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതില് ഇപ്പൊ ഈ ജോമിൻ ജ്യോതിയുടെ ക്യാരക്ടറിന്റെ ഒരു സംഭവം ഉണ്ട്. ആ സമയത്ത് ഒരു സാധനം കൊടുക്കുന്നുണ്ട്, ആൾക്കൊരു പാട്ടുണ്ട്. ആ പാട്ട് ഭയങ്കര വൈറലാകാൻ സാധ്യതയുണ്ട്. പിന്നെ തുടക്കത്തിൽ ടൈറ്റിലിങ്ങിന്റെ സമയത്ത് നമ്മുടെ ഈ നാടകത്തിനും അല്ലെങ്കിൽ പഴയ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലൊക്കെ ഉള്ള പാട്ടുകളില്ലേ, ആ രീതിയിൽ ഒരു പാട്ട് വന്നിട്ടുണ്ട്. അത് നന്നായി വന്നിട്ടുണ്ട്. വിപിൻ ദാസിന്റെ അസിസ്റ്റന്റ്, അതായത് വിപിൻ എസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആള് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും. വാഴ പോലെയൊക്കെ ആയിരിക്കാം മേ ബി പ്രതീക്ഷിച്ചത്, പക്ഷെ വർക്കായിട്ടില്ല. ചില സമയങ്ങളിൽ ഇതൊക്കെ വാഴ പോലെ ആയില്ലെങ്കിലും വാഴേന്റെ ചോട്ടിലൊരു ചീര പോലെ അതും ആയിട്ടില്ല. അല്ല, കൂട്ടത്തിൽ നനയാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ നനഞ്ഞു പോട്ടെ എഴുതിട്ട്. അതുകൊള്ളാം. അങ്ങനെയായിട്ടില്ല. കുറച്ചെങ്കിലും ചില കാര്യങ്ങൾ വേണ്ട. അല്ല, പറഞ്ഞു വെക്കാൻ ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ നമുക്കൊരു സിനിമ പറയുമ്പോൾ. അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിരിക്കണം, ഏത് ജനങ്ങളെ സംതൃപ്തിപ്പെടുത്തുക, ആ രീതിയിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം. ഇതതില്ല. അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് പറയാൻ വേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടാണ് നമ്മൾ ഒരു പെന്നും പേപ്പറും എടുക്കുക. ഇതിപ്പോ ശൂന്യതയിൽ എഴുതിയ എന്തോ ഒരു സാധനമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു? പക്ഷെ വേറെ കാര്യം, ഒരു കാര്യം എനിക്ക് എന്റെ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ്. അതൊരു മരണം നടക്കുന്നു, ആ വീട്ടില് ആ ഒരു ഏരിയയിൽ എന്തൊക്കെയാണോ സംഭവിക്കാറുള്ളത് അതെല്ലാം കൂടി അങ്ങ് വെച്ച് ചെയ്തേക്കുന്ന. അതിൽ ഓരോ ചില കോമഡി ഒക്കെ ഉണ്ടല്ലോ, കോമഡിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് വെറുപ്പിക്കുന്നുണ്ട്, കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ എപ്പോഴും കണ്ട കുറെ സീനുകളാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. അതായത് മരണ വീട്ടിൽ സംഭവിക്കുന്ന വെള്ളടി പരിപാടികളും അങ്ങനെയുള്ള കുറെ സംഭവങ്ങളും. പിന്നെ എല്ലാവരും ഇത്രയും ദുഷ്ടന്മാരാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്രയും, അതായത് ഒരു സാമാന്യ മര്യാദ എന്ന് പറഞ്ഞ സാധനല്ലേ ഒരു മരണ വീട്ടില് പെരുമാറുന്നിടത്ത്. അപ്പോൾ ചിലരങ്ങനെ പെരുമാറുന്നവരുണ്ടാവാം, വളരെ മോശമായി, അതായത് മര്യാദ ഇല്ലാതെ പെരുമാറുന്നവരുണ്ടാവും. പക്ഷെ എല്ലാവരും മര്യാദ കെട്ടവരായി മാറുമോ? എല്ലാവരും ഒരേപോലെ ചിന്തിക്കുമോ? ഒരേ രീതിയിലുള്ള സ്വഭാവം അങ്ങനെ ഉണ്ട് കുറെ എണ്ണത്തിന്. എന്തായാലും ഈ മരണ വീട്ടിലെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ മോശമില്ലാതെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മോശമല്ല, നല്ല സ്ക്രിപ്റ്റ് വേണമായിരുന്നു. സ്ക്രിപ്റ്റിൽ ഒന്നുമില്ല, അതാണ് പ്രശ്നം. ഇങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, ഒന്നുമില്ലായ്മ. അതാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ബാക്കിയാവുന്നത്. എനിക്കും അത് തന്നെ തോന്നുന്നു, ഒന്നുമില്ലായ്മ. ഇത് റിവ്യൂലും